ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞങ്ങളെ സ്കൂളിൽ ശിശുദിനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെറിയൊരു ഔട്ടിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ സ്കൂളിൽ പിന്നെ ബഡ്സ് സ്കൂളിലെ കുട്ടികളാണ് കേട്ടോ, സ്പെഷ്യൽ കുട്ടികളാണ്. അപ്പോൾ അവരായിട്ട് വന്നോ കണ്ടോ വെച്ചതാ. അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മോളിലെത്തി. അതുപോലെ പോകുന്ന വഴിയാണ് കേട്ടോ അത്. അപ്പോൾ അവരിങ്ങനെ എന്താ പറയുക, അവിടെയുള്ള ചെറിയൊരു എന്താ പറയുക പാലത്തിൽ ഇറങ്ങിയിട്ട് അവിടെ എന്താ പറയുക കായലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അവർക്ക് എന്താ പറയുക നല്ല വ്യൂ ഉള്ള സ്ഥലമാണല്ലോ. അപ്പോൾ നമ്മൾ കൂടെ വേറൊരു വണ്ടി കൂടി, 2 വണ്ടിക്കായിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഒരു വണ്ടി കൂടെ ഉണ്ട്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്നു കേട്ടോ. ആ തോണിയിൽ വരുന്ന നോക്കി മൂക്കൊന്ന് കാണട്ടെ. ഓല മനസ്സിലായി. ഞങ്ങൾ കൂടെ ഉള്ളവരും കൂടെ എത്തിയപ്പോൾ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു കേട്ടോ. കുട്ടികളൊക്കെ നല്ല എന്താ പറയുക, അവർക്കൊക്കെ നല്ലൊരു എൻജോയ്മെൻ്റ് തന്നെയായിരുന്നു കേട്ടോ. അവർക്ക് വണ്ടിയിലിങ്ങനെ ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ എന്താ പറയുക, ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കിട്ടുന്നൊരു യാത്രയല്ലേ. അവർ പുറത്തേക്ക് ഇറക്കാനും ഇതിനൊക്കെ പറ്റുന്നൊരു ടൈമിൽ നമ്മൾ ആരെയും കൊണ്ടുവരിക. അതുകൊണ്ടോ അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിലെത്തി കേട്ടോ. ആകെ അവിടെ ഓടി നടന്നിട്ടും ആകെ നല്ല എന്താ പറയുക നല്ല രസം തന്നെയായിരുന്നു കേട്ടോ. ഇതുണ്ടോ പിന്നെ നമ്മളെ ലിലൂനെയും കൊണ്ട്, ലിലൂനാണെങ്കിൽ എസ്കലേറ്റർ കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ലിലൂനെ എസ്കലേറ്റർ കയറ്റാൻ വേണ്ടി കൊണ്ടുപോവാണ്. പിന്നെ എന്താ പറയുക നമ്മളെ വേറെ വീൽ ചെയറിലുള്ള കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ കൊണ്ടിങ്ങനെ എസ്കലേറ്ററിലൊന്നും കയറാൻ കഴിയില്ല, ലിഫ്റ്റിൽ കയറ്റിയിട്ട്. എന്നാലും വേണ്ടിയില്ല, ഹൈലൈറ്റ് മോളിൽ മൊത്തത്തിൽ അതിൻ്റെ ഒരു ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവർക്കൊരു പുറത്ത് നിന്ന് കാണുക അല്ലെങ്കിൽ കേൾക്കുക എന്നല്ലാതെ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അങ്ങനെ വീണ്ടും ഞങ്ങൾ ഹൈലൈറ്റ് മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും ഞങ്ങൾ എന്താ പറയുക ബീച്ചിലേക്കുള്ള യാത്രയാണ് കേട്ടോ അത്. ബീച്ചൊക്കെ വൈകുന്നേരല്ലേ നല്ലത്. കറക്റ്റ് നമ്മള് ആ ടൈമൊക്കെ എന്തേ ചക്കായോ ചക്കായോ നൈസിന് ചച്ചോട് പോയി അടുത്തിയോ മുസ്തഫ കേറിക്കോളി. അത് വരുന്നില്ല. ഞാൻ കുറച്ച് വേക്കിക്കോട്ടെ.
ഞാൻ കുറച്ച് മുന്നിക്കോട്ടെ. ആ അല്ലെങ്കിൽ വരി. ലച്ചു കേറണോ കേറണ്ടേ വിചാരിച്ച് നിൽക്കുന്ന ടീമാണല്ലേ. പേടിച്ച് നിൽക്കുകയാണല്ലോ. ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാ അങ്ങോട്ട്. ഓനെടുത്ത് പോയിട്ട് ഓനെ അതിന് അതെന്താണ് അവ വിചാരിച്ചേ. ഓപ്പടെ ശരിക്കിരിക്കാണ്. പോരി 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 പോരി. വാങ്ങിത്തരാം. ഇങ്ങോട്ട് വാ വാങ്ങിത്തരാം. അങ്ങോട്ട് വാ. നമുക്ക് വാങ്ങാം. കടപ്പുറത്തുനിന്ന് വേറെ നല്ല രസമുള്ള സാധനം വാങ്ങി തരാം. കടപ്പുറത്തേക്ക് ടീച്ചർ അങ്ങനെ ആ കുട്ടികൾ ഹൈലൈറ്റ് മോളിലുള്ള എന്താ പറയുക ശലഭത്തിൻ്റെ അവിടെ നിന്നിട്ട് എന്താ ഫോട്ടോസൊക്കെ എടുക്കുക കേട്ടോ. വന്നതല്ലേ ഏതായാലും വന്നോ അങ്ങനെ ഫോട്ടോസ് എടുക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാവരും നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് നല്ല സന്തോഷമുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ അത്. ഐസ്ക്രീമോ മതിയില്ലേ? ഐസ്ക്രീം ഇനി വേണോ? രണ്ടാളും തിന്നില്ലേ? ഇനി വേണോ മോളെ? ആണോ? നടക്കുന്ന ഓരോന്ന് എല്ലാവരും വീഡിയോ ആണ്. അത് വീഡിയോ കേട്ടോ. സാറിന് വേറെ പ്രത്യേകിച്ച്
ഉണ്ട് അതിനമ്മേ എന്തോ ലൈറ്റ് വേറെ ഡ്രസ് നനക്കല്ലേ ഡ്രസ് നനക്കല്ലേ ആ വീട് 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 അങ്ങനെ ഞങ്ങൾ കുട്ടികളെ തൽക്കാലത്തേക്കുള്ള സന്തോഷങ്ങളൊക്കെ ഒന്ന് നിർത്തിവെച്ച് ഞങ്ങൾ പോകുന്നു കേട്ടോ. തിരിച്ചു പോകുന്ന വഴിയിൽ ഞങ്ങൾ നെഹദിയിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇതാ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. കുട്ടികൾക്കൊക്കെ ആകെ വിശന്നിട്ടുണ്ടായിരുന്നു. വിശന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയുക ഐസ്ക്രീം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അപ്പോൾ അതാ നമ്മൾ എല്ലാവരും ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ്. പിന്നെ എന്താ പറയുക നല്ലൊരു യാത്ര തന്നെയായിരുന്നു കേട്ടോ. ശിശുദിനന്ന് ആണെങ്കിലും രാവിലെ നമ്മൾ കുട്ടികളെ വൈറ്റും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് കുട്ടികൾ മറക്കാത്തൊരു യാത്രയൊക്കെ പോയാലുണ്ടല്ലോ അവർ മറക്കൂല. കാരണം കഴിഞ്ഞ ശിശുദിനത്തിന് നമ്മളിങ്ങനെ പോയില്ലേ എന്നുള്ളൊരു ഓർമ്മ അവരുടെ മനസ്സിലുണ്ടാവും. അതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഈ ഒരു യാത്ര. അങ്ങനെ ഏതായാലും നല്ല ഉഷാറായിട്ട് നമ്മൾ ആ ഒരു യാത്ര കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്നു. നമ്മൾ പോകുന്ന വഴിയാണ് നല്ലോണം രാത്രിയായിട്ട് നല്ല ടൈമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പോലും നമ്മൾ കുട്ടികൾക്കൊരു വിഷമോ കാര്യങ്ങളോ അതുപോലെ എന്താ പറയുക ക്ഷീണോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നല്ല ഹാപ്പി ആയിട്ട് തന്നെ അവരൊക്കെ തിരിച്ചു പോന്നു. നമ്മൾ തിരിച്ചു പോരുമ്പോൾ നമ്മളെ വേദുക്കുട്ടൻ്റെ ഡാൻസോട് കൂടി നമ്മൾ ഈ യാത്ര നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതായിരുന്നു കേട്ടോ 2024 നവംബർ 14 ശിശുദിനാഘോഷം.